ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുക്ക് വിത്ത് സ്തുതി. അപ്പോൾ ഇന്ന് നമുക്ക് കോഫി വെച്ചിട്ട് ഈ ചൂടുകാലത്ത് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡ്രിങ്ക് തയ്യാറാക്കാം. നല്ല തണുപ്പ്, നമ്മുടെ ശരീരത്തിനൊക്കെ നല്ല തണുപ്പ് കൊടുക്കുന്ന ഒരു അടിപൊളി ഡ്രിങ്കാണ്. കോഫി പൗഡർ മാത്രം മതി. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. തയ്യാറാക്കാനായിട്ട് തുടങ്ങുക. അതിനുവേണ്ടി ഞാൻ മിക്സിയുടെ ചെറിയ ജാറാണ് ഇതിനു വേണ്ടി എടുക്കേണ്ടത്. ചെറിയ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂണോളമുള്ള ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇപ്പം ബ്രൂവിൻ്റെ കോഫി പൗഡറാണ്. അത് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള പഞ്ചസാര, തരിയോട് കൂടിയ പഞ്ചസാരയാണ്. അതൊരു 3 ടേബിൾ സ്പൂണോളം ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കോഫി പൗഡറും പഞ്ചസാരയും നല്ല രീതിയിലൊന്ന് പൊടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. കണ്ടോ, ഇതേപോലെ നല്ലതുപോലെ ഞാനൊന്ന് പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കൺസിസ്റ്റൻസി ആവണം, കൺസിസ്റ്റൻസി ആക്കി എടുക്കണം നമുക്ക്. അതിന് വേണ്ടി ഞാൻ ആദ്യമേ തന്നെ ഇതിലേക്ക് ഒരു ഐസ് ക്യൂബ് ഒന്ന് ഇട്ട് കൊടുത്ത് നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ ഇവിടെ ക്രഷ് ചെയ്തപ്പോൾ കണ്ടോ, എല്ലാം കൂടെ ഇതേപോലെ ഒന്ന് കൂടി ഒന്ന് റൗണ്ടായിട്ട് വന്നിട്ടുണ്ട്. ഈ രീതിയിലല്ല, ഒന്ന് തിക്കായിട്ട് വരണം. അത് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒഴിക്കുന്ന പരുവത്തിലുള്ള ആ ഒരു രീതിയിലായി വരണം. അതിനുവേണ്ടി ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്ത് ആദ്യമേ തന്നെ കുറേ ഇടരുത്. ഓരോരോ ഐസ് ക്യൂബ്സ് ആയിട്ട് ഇട്ട് കൊടുത്ത് നമുക്കിത് നല്ല രീതിയിലൊന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം. കണ്ടോ, ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ ഇതേപോലെ ഒന്ന് ടൈറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതേപോലെ അല്ല, ഇച്ചിരി കൂടെ നമുക്ക് നല്ല രീതിയിലൊന്ന് ലൂസാക്കണം. അതിനുവേണ്ടി വീണ്ടും ഞാൻ ഇതിലേക്ക് ഒരു ഐസ് ക്യൂബും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നമുക്കൊന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ഇപ്പോൾ ഇവിടെ കണ്ട ഐസ് ക്യൂബ് ഇട്ട് കൊടുത്ത് ഒന്ന് അടിച്ചെടുക്കുമ്പോൾ അത്യാവശ്യം വീണ്ടും ഒരു ടൈറ്റ് ബാറ്ററായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇതുമല്ല, വീണ്ടും ഞാൻ ഇതിലേക്ക് ഒരു ഐസ് ക്യൂബും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കും. എന്നിട്ട് വീണ്ടും നമുക്കിതൊന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം. ഇപ്പോൾ കണ്ടോ, നമ്മൾക്ക് വേണ്ട ആ കറക്റ്റ് പരുവം, ഇതേപോലെ നല്ല ഒരു പരുവായിട്ട് വേണം നമുക്ക് ഈ ഒരു കോഫിയുടെ ബാറ്റർ കിട്ടാൻ. ഇപ്പോൾ ഇത് കറക്റ്റാണ്. 3 ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തപ്പോഴാണ് ഈ ഒരു രീതിയിൽ വന്നത്. അപ്പോൾ നിങ്ങളതനുസരിച്ച് ഇതേപോലെ ഒരു ലൂസ് ബാറ്ററാക്കി എടുക്കണം. ഇത് മതി. ഇപ്പോൾ ഇവിടെ നമ്മളുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഒരു ഗ്ലാസ് എടുത്തു. ഗ്ലാസ്സിലേക്ക് ഞാൻ ഇപ്പോൾ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ചോക്ലേറ്റ് സിറപ്പ് വെച്ച് ഇതേപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് സിറപ്പ് വെച്ച് നമ്മൾ ഗ്ലാസ്സൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 3 ഐസ് ക്യൂബ്സ് ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ആ ഒരു കോഫിയുടെ ബാറ്റർ ഇല്ലേ, അതൊന്ന് നമുക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ നല്ല രീതിയിൽ കാച്ചി ഫ്രിഡ്ജിൽ വെച്ച് നല്ല രീതിയിൽ തണുപ്പിച്ചെടുത്ത പാലാണ്. അത് ഞാൻ ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുക. നല്ല ചില്ലായിട്ടുള്ള പാലാണ്. അത് ഞാനൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ വീണ്ടും ആ ഒരു ചോക്ലേറ്റ് സിറപ്പ് ഇട്ടൊന്ന് മുകളിലൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇതൊക്കെ ചെയ്ത് കൊടുത്താൽ മതി. ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്താൽ നമ്മളുടെ അടിപൊളിയായിട്ടുള്ള കോഫി വെച്ചുള്ള ഈ ചൂടുകാലത്ത് കുടിക്കാൻ പറ്റിയ അടിപൊളി ഡ്രിങ്കാണ് റെഡിയായത്. ഇപ്പം തന്നെ നമുക്ക് സെർവ് ചെയ്യാം. വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഉണ്ടാക്കി അപ്പം തന്നെ നമുക്ക് കുടിക്കുകയും ചെയ്യാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ചൂട് സമയമാണ്. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു പുതിയ റെസിപ്പിയിലൂടെ കാണുന്നിടം വരെ ബൈ ബൈ, ടേക്ക് കെയർ.